ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ്, വിശേഷങ്ങൾ പറയൂ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെറിയ പരിപാടിയിലാണ് ഇന്ന്. ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഇച്ചിരി മഴയെല്ലാം ആയതുകൊണ്ട് ഇച്ചിരി റേഷൻ അരിയിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ആ റേഷൻ അരിയാണ് തിളയ്ക്കുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ കുറച്ച് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല തേങ്ങയൊക്കെ, നമ്മുടെ കുറച്ച് നെത്തലുണ്ടല്ലോ, നെത്തൽ, അത് കിട്ടിയിരുന്നു. ചൂടാന്ന് പറയും, നെത്തലെന്ന് പറയും. അപ്പോൾ അതൊന്ന് കറി വെക്കണം. മീൻ പീരയാക്കണം. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ വെട്ടി കഴുകി വെച്ചിരിക്കുകയാണത്. പിന്നെ നല്ല ഒരു ചുമന്ന നെത്തലാണ്. ചുമന്ന നെത്തൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ള നെത്തൽ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിനകത്ത് തന്നെ കുറച്ച് നമ്മൾ മേടിക്കുമ്പോൾ മത്തിയും കിട്ടിയായിരുന്നു, ചെറിയ ചെറിയ മത്തികൾ. ആ മത്തിയും കൂടി എടുത്ത് അതിനകത്ത് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു. വറക്കണമെന്ന് വിചാരിച്ച് പിന്നെ മടിയായിപ്പോയി. അപ്പോൾ അതും അങ്ങനെ വെട്ടി കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെത്തലും ഈ കുഞ്ഞു മത്തിയും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ പീരയാക്കാൻ വേണ്ടി ഞാനെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ അരച്ച് വെച്ചു. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഭയങ്കര കാറ്റും മഴയാണ്, കറണ്ടാണ് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ അരച്ച് വെച്ചു. അതിൻ്റെ രക്ഷപ്പെട്ടു. ഞാൻ നമ്മുടെ അരപ്പൊക്കെ റെഡി ആക്കി. അപ്പോൾ ഞാൻ കറി വെക്കാൻ പോവാണ്. അപ്പം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിക്കുകയാണ്. പിന്നെ എപ്പോഴും ഞാൻ കുറച്ച് വെള്ളം വെച്ച് മാത്രമാണ് അത് വേവിക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല റേഷൻ അരി ഇച്ചിരി നമ്മുടെ ഉഴുന്നൊക്കെ ഇട്ട് വെച്ചിരുന്നു, കുതിർക്കാൻ വെച്ചിരുന്നു. അത് 4-5 മണിക്കൂറായി. അത് അതിൻ്റെ ഇടയിലൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതും അതിൻ്റെ ഇടയിലായിട്ടൊരു പരിപാടിയായി നടത്തിയാണ്. എല്ലാം കൂടി ആവണം. 8 മണിയാകുമ്പോഴേ കറണ്ട് പോകും. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ കാണാം, മഴ വന്നു കഴിഞ്ഞാൽ കറണ്ട് എപ്പോൾ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. കൈ വെച്ചൊന്നും അടയ്ക്കാൻ മാവൊന്നും ഇതാക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ആ ഒരു സ്റ്റീലിൻ്റെ സാധനം വെച്ച് അങ്ങ് ഇറക്കി കൊടുക്കും. അങ്ങനെ നമ്മുടെ മത്തിയും നമ്മുടെ നെത്തലൊക്കെ അടുപ്പിനകത്തായി ചട്ടിയിലോട്ടിട്ട്. മത്തിയാണ് എൻ്റെ ആവശ്യം. നെത്തൽ ഞാൻ 2 ദിവസം കൊണ്ട് കഴിച്ചിരുന്നു. നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു സുഹൃത്തുക്കളെ ഇന്ന് കറികൾ? നെത്തലിങ്ങനെ നമ്മൾ ആദ്യം അരപ്പിടുമ്പോൾ തന്നെ ഇളകി കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇളക്കാകുമ്പോൾ കഴിഞ്ഞാൽ മൊത്തം ഉടഞ്ഞു വരും. എന്നാലും പുറത്ത് നല്ല മഴയാണ്. ഈ സമയത്ത് നല്ല ചൂടുള്ള നെത്തലും ചോറും കൂടി കൂട്ടി കുഴച്ചൊരു പിടി അങ്ങ് പിടിക്കണം. അതിൻ്റെ ഇടയിൽ ഇന്നലത്തെ ഇച്ചിരി ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് വരട്ടിയതാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മറന്നു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുടിക്കാനുള്ള ഇച്ചിരി വെള്ളവും തിളപ്പിച്ച് അങ്ങനെ നമ്മുടെ ചോറ് മേശയുടെ പുറത്ത് എത്തി കേട്ടോ. അതാണ് നമ്മുടെ നെത്തൽ മത്തി പറ്റിച്ചത്. പീര അതാ നമ്മുടെ ബീഫ്. അത്രയേ ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത്ര മതി.